കന്നി പാടായിരിക്കും. പക്ഷേ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ വിജയം ഏതാണ്ട് ഉറപ്പാക്കി സഞ്ചരിക്കുകയാണ്. അൻവറിന് വലിയ അത്ഭുതം അവിടെ കാണിക്കാൻ കഴിഞ്ഞോ? നമുക്ക് കോഴിക്കോട്ട് നിന്ന് അസ്ലമിന് ആവശ്യമുണ്ട്. ബേപ്പൂരിൽ റിയാസിന്റെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞോ ആർക്ക്? അൻവറിന് എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. നാദാപുരത്തിന്റെ കാര്യം ചോദിക്കാനുണ്ട്, പേരാമ്പ്രയുടെ കാര്യം ചോദിക്കാനുണ്ട്. ബേപ്പൂർ ക്ഷീണിപ്പിക്കും. ഞാൻ പറഞ്ഞു, അത് ബേപ്പൂരിൽ എന്താണ് കഥ എന്ന് ചോദിക്കണം. അതിനിടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോയി സെയ്ഫ് സൈനുലാബ്ദീനെ എടുത്ത് പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിക്കാനുണ്ട്. അത് കുറെ ചോദിക്കാനുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീനെ എടുക്കാൻ വിട്ടുപോലെ എല്ലാ മന്ത്രിമാരും വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്ന അസ്ലമെ, കോഴിക്കോടിന്റെ ചിത്രം പറയൂ. നാദാപുരം പറയണം. നാദാപുരത്ത് UDF 55 വോട്ടിന്റെ ലീഡ് ചെയ്യുന്നത്. അതായത് 13 സീറ്റുകളിൽ 11 സീറ്റുകളും UDF-ഉം 2 സീറ്റുകൾ മാത്രം LDF മുന്നിൽ നിൽക്കുന്ന അവസ്ഥയാണ് കോഴിക്കോടുള്ളത്. അത് ബേപ്പൂരും കോഴിക്കോട് നോർത്ത് മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. ബാക്കി നാദാപുരം, ബാലുശ്ശേരി, എലത്തൂര്, കോഴിക്കോട് സൗത്ത്, പേരാമ്പ്ര, തിരുവമ്പാടി, കുന്നമംഗലം തുടങ്ങിയ കൊയിലാണ്ടി തുടങ്ങിയ എല്ലാ സീറ്റുകളും 11 സീറ്റുകളും UDF ലീഡ് ചെയ്യുകയാണ്. അതേസമയം തന്നെ കുന്നമംഗലമാണെങ്കിലും കുന്നമംഗലം 2000 തളിപ്പറമ്പിൽ UDF-ന് 974 വോട്ടിന്റെ ലീഡ്. TK ഗോവിന്ദൻ ആരെ പിന്നിലാക്കി? ശ്യാമളയെ പിന്നിലാക്കി. 974 വോട്ടിന്റെ ലീഡ് ആരെടുക്കുന്നു? UDF സ്വതന്ത്രനായ TK ഗോവിന്ദൻ. അപ്പൊ മാറി മറിയുന്ന കളികൾ കാണുകയാണ് നാം. മറിയുന്ന കളി. നമുക്ക് കണ്ണൂരിലേക്ക് പോകണം. തളിപ്പറമ്പിൽ PK ശ്യാമള വിജയിക്കുമെന്നാണ് ഏതാണ്ട് എല്ലാ സർവേ ഫലങ്ങളും പറഞ്ഞെങ്കിൽ PK ശ്യാമള ഒന്ന് ബുദ്ധിമുട്ടുന്ന കാഴ്ച. ബിജീഷ്, എന്താണ് തളിപ്പറമ്പിലെ കാര്യം, എന്താണ് പേരാവൂരിലെ കാര്യം? ഇത് രണ്ടും മാത്രം പറഞ്ഞാൽ മതി. പേരാവൂരിൽ ഇപ്പോഴും KK ശൈലജ മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ 453 വോട്ടിനാണ് KK ശൈലജ ഇപ്പോൾ സണ്ണി ജോസഫിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. പായം പഞ്ചായത്താണ് ഇപ്പോഴും പേരാവൂരിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷെ തളിപ്പറമ്പിൽ ചിത്രം മാറുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TK ഗോവിന്ദൻ, CPM-ന്റെ പഴയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ 974 വോട്ടിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്ത് CPM-ന്റെ ഗ്രാമപഞ്ചായത്താണ്. പരിയാരം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ UDF-ന്റെ മേഖലയായിട്ടുള്ള ചപ്പാരപ്പടവ് പഞ്ചായത്തിലേക്കാണ് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ എണ്ണൽ കടക്കേണ്ടിയിരിക്കുന്നത്. നിഷാദ്, ഒറ്റ കാര്യം കൂടി ബിജീഷ്, പിണറായി ഇപ്പോഴും പിന്നിലാണോ? പിണറായിയുടെ ഇത് പുതിയ കാര്യങ്ങൾ വന്നില്ല. നേരത്തെയുള്ള 2077 വോട്ടിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലേക്കാണ് ഇനി ധർമ്മട മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കടക്കേണ്ടിയുള്ളത്. അജിം, ശരി, ഞാൻ